നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അച്ഛ. എനിക്കുണ്ടായ വിഷമം ഞാൻ സഹിച്ചോളാം. പക്ഷെ എന്റെ മകൾ കാരണം ഒരു ചെറുപ്പക്കാരൻ കള്ളനായി മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അനിതയുടെ സഹോദരൻ നീ കാരണം ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? നീ ശബരിയുടെ വീട്ടിൽ നിന്നെടുത്ത പണം വേണമെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആ വീട്ടിൽ നിന്ന് എങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പോലീസിന് ബോധ്യപ്പെടണം. അച്ഛൻ തീരുമാനിക്കുന്നത് പോലെ ചെയ്യാന്ന് പറ. നിന്റെ നന്മ കൂടി ഓർത്തിട്ടെ മോളെ അച്ഛൻ എന്തും ചെയ്യൂ. ആ പണം ഞാൻ തിരിച്ചു കൊടുക്കാം. പക്ഷെ പോലീസ് ഇടപെട്ട സ്ഥിതിക്ക് ഒരു മോഷണ കുറ്റം ചുമത്തി എന്നെ അറസ്റ്റ് ചെയ്താലോ? എനിക്ക് അങ്ങനെ ഒരു കള്ളപ്പേരുണ്ടാവില്ലെന്ന് അച്ഛൻ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അച്ഛൻ പറയുന്നത് പോലെ ചെയ്യാം. നിനക്കൊരു പേരുദോഷവും ഉണ്ടാവരുതെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. നമുക്ക് ആ പണവുമായി പോയി ആദ്യം രാമനാഥനെയും ശബരിയും കാണാം. അവരെ അച്ഛൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അവര് പറഞ്ഞാൽ ധനനും വാസന്തയും കൊടുത്ത കേസ് അവര് പിൻവലിക്കും. പിന്നെ പോലീസ് കേസുമായി നിന്നെ ഒരു വിധത്തിലും ബന്ധിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചോളാം. അതുപോരെ മോളെ? അച്ഛനല്ലേ മോളെ പറയുന്നേ? നമ്മുടെ അച്ഛന്റെ വാക്ക് നിനക്ക് വിശ്വാസമല്ലേ? ഞാൻ വരാച്ച. എന്നെ പോലീസിന് വിട്ടുകൊടുക്കാതെ അച്ഛൻ തന്നെ എന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. എന്റെ മോള് പേടിക്കണ്ട. നിന്നെ അച്ഛൻ തിരിച്ചു കൊണ്ടുവരും. അച്ഛനെപ്പോ വന്നു? അച്ഛാ ദേ ഇവിടെ അച്ഛാ. അവള് വന്നില്ല. പിന്നെ അവളിനി ശബരിയുടെ കൂടെ ജീവിച്ചോളാന്ന് പറഞ്ഞോ? അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തേ? അല്ലച്ച, ദയാ കേസിൽ പ്രതിയായോ?
അവള് ചെയ്ത തെറ്റിന് അവൾ ഉത്തരം പറഞ്ഞേ പറ്റൂ അമ്പിളി. അപ്പോ ദേ പോലീസ് അറസ്റ്റ് ചെയ്തു അച്ഛാ. അച്ഛാ അവിടെ ജയിലിൽ അടയ്ക്കോ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അമ്പിളി. അവൾക്ക് അപ്പോഴേ പേടിയുണ്ടായിരുന്നു ആന്റി. കുറ്റം ഏറ്റു പറഞ്ഞാലേ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവോന്ന്. അച്ഛൻ്റെ ഒപ്പം പോവാൻ ഞാനാ അവളെ നിർബന്ധിച്ചത്. ദയമോളെ പോലീസുകാര് വെറുതെ വിടും അമ്പിളി. അവള് മോഷ്ടിച്ചതൊന്നും അല്ലല്ലോ. പിന്നെ ആ കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ എന്തിനാ അച്ഛൻ ഒറ്റയ്ക്ക് തിരിച്ചു വന്നത്? അവൾക്ക് ഒരു അപകടം വരാതെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ അച്ഛൻ? ഹലോ രഘുവേട്ടാ. ആ അമ്പിളി, അമ്മാനോട് എത്തിയോ? ആ എത്തി. അച്ഛൻ വലിയ വിഷമത്തിലാ രഘുവേട്ടാ. അവിടെ എന്താ ഉണ്ടായത്? ദയയുടെ കാര്യം രഘുവേട്ടൻ അറിഞ്ഞില്ലേ? ആ അറിഞ്ഞു. ദയക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനും ദാസങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോ എവിടെയാ? എനിക്ക് ദയോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ രഘുവേട്ടാ? അത് ഇപ്പോൾ അവളോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. രഘുവേട്ടാ, അച്ഛനോട് എന്തെങ്കിലും പറയണോ? ഞങ്ങളെല്ലാവരും ദയോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. നീ വെച്ചോ. ശരി. ചേച്ചി ഇപ്പൊ ആരെയെ വിളിച്ചേ? അച്ഛനെയാണോ? അല്ല, അച്ഛനെ ഞാൻ ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഇപ്പൊ ദയ ഒന്ന് വിളിച്ചു നോക്കിയതാ. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുവാ. അമ്പിളി ചേച്ചിയുടെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ദയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ വിഷയം നടക്കുന്നുണ്ട് ചേരും. അത് ആരും വിളിച്ചിട്ട് കിട്ടാത്തത്. രഘുവേട്ടനെയും ദാസങ്ങളിനെയും വിളിച്ചിട്ട് അവരും കോൾ എടുക്കുന്നില്ല. എല്ലാരും ദയയുടെ പ്രശ്നത്തിന്റെ പുറകെ ആയിരിക്കോ? അമ്പിളി ചേച്ചിയെ കിട്ടിയ എല്ലാം ഒന്ന് അറിയായിരുന്നു. ചേച്ചി കുട്ടികളെ നോക്കുന്ന തിരക്കിലായിരിക്കും, അതാ എടുക്കാത്തത്.